നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക്. കൊല്ലം തീരത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ 13 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അടിഞ്ഞത്. ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത്. ആറാട്ടുപുഴ തറയിൽക്കടവ് ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നർ കടൽ ഭിത്തിയിലിടിച്ച് തകർന്ന് സാധനങ്ങൾ കടലിലൊഴുകി. റോഡ് വിണ്ടുകീറി. റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ്. ദേശീയപാത അധികൃതരാണ് റെയിൽവേക്ക് നോട്ടീസ് നൽകിയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകീറിയത്. വൈദ്യുതി മുടങ്ങുന്നതിൽ വലഞ്ഞ് NCC ക്യാമ്പിലെ വിദ്യാർത്ഥികൾ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ക്യാമ്പിലാണ് വൈദ്യുതി മുടങ്ങുന്നത്. 500ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിലുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക്. കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിയത്. 13 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തടിഞ്ഞത്. ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടുക്കുകയാണ്. കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നീണ്ടകര, ശക്തികുളങ്ങര ഭാഗങ്ങളിലായി 13 കണ്ടെയ്നറുകൾ ഇതിനകം ഒഴുകിയെത്തി. നീണ്ടകര പരിമണം ക്ഷേത്രത്തിന് എതിർവശത്ത് 2, പരിമണത്തെ ഹോട്ടലിന് പിന്നിൽ 3, നീണ്ടകര ഹാർബറിന് സമീപം 5, കരിത്തിറ ഭാഗത്ത് 1, ശക്തികുളങ്ങര മദാമാത്തോപ്പ് ഭാഗത്ത് 1 കണ്ടെയ്നറുകളാണ് ഒഴുകിയെത്തിയത്. കരിത്തുറ ഭാഗത്ത് കണ്ട കണ്ടെയ്നർ തീരം തൊട്ടിട്ടില്ല. ഞായറാഴ്ച രാത്രി ചെറിയജീക്കൽ തീരത്ത് ഒരു കണ്ടെയ്നർ എത്തിയിരുന്നു. ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് ഒഴുകി എത്തുന്നുണ്ടെന്നാണ് വിവരം. ഒരെണ്ണം നമ്മുടെ കടൽ തീരാവുന്ന ഹോട്ടലിലെ പടിഞ്ഞാറ് കഴിഞ്ഞു, 2 തെക്കോട്ട് ഒഴുകി പോവുകയായിരുന്നു. അതുപോലെ അത് കണ്ടിട്ട് ഞാൻ വടക്കോട്ട് കടന്നു വരുമ്പോഴാണ് വടക്കുന്ന പറഞ്ഞ ഒഴുകി വരുന്നത്. പരിമണം ലക്ഷംവീട് പോകുന്നുള്ള പടിഞ്ഞാറ് സൈഡ് അപ്പോൾ കടലിൽ കൂടെ ഒക്കെ ഒഴുകി തെക്കോട്ട് പോകുന്നുണ്ട്. നമുക്ക് കരക്കിട്ടാൻ കാണാം. കടൽ മാർഗം ഒഴുകി തെക്കോട്ട് പോകുന്നുണ്ട്. അത് എവിടെ കയറുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കടലിൻ്റെ ഒഴുക്കനുസരിച്ചും ഇതിൻ്റെ കടലിൻ്റെ വെള്ളത്തിൻ്റെ നീരൊഴുക്കനുസരിച്ചായിരിക്കും കയറുന്നത്. 10 മൈലിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ സംഭവം ഇത് കരക്കടിഞ്ഞ് ഡോറൊക്കെ തുറന്നെങ്കിൽ ഇതിനകത്ത് ഒന്നും ഉണ്ടെന്നുള്ള നമുക്ക് വ്യക്തമാവുന്നില്ല. പിന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അതിനകത്ത് ടച്ച് ചെയ്യരുത്, അതിനടുത്തൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പഞ്ചമാരിന്നാണ് ഇത് കാണുന്നത്. കണ്ടെയ്നറുകളെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് കയറുകൊണ്ട് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ ഏറ്റെടുക്കുന്നതിന് കസ്റ്റംസ് അധികൃതരും എത്തും. തീരത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. കുഫോസിലെ ശാസ്ത്രജ്ഞർ കടലിലെ വെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. നിലവിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്തും അടിഞ്ഞു. ആറാട്ടുപുഴ തറയിൽക്കടവ് ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നർ കടൽ ഭിത്തിയിൽ ഇടിച്ച് തകർന്ന് സാധനങ്ങൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. ആറാട്ടുപുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്തമായ മുന്നറിയിപ്പ്. കൊച്ചി കടലിൽ നിന്നും കാണാതായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ നമ്മുടെ തീരത്ത് അടിഞ്ഞിരിക്കുന്നതിനാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ നാട്ടുകാരും 2 മണിക്കൂർ സമയത്തേക്ക് തീരത്തു നിന്നും 20 മീറ്റർ അകലം പാലിച്ച് മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്തേക്കും ഒഴുകിയെത്തി. ആലപ്പുഴ ആറാട്ടുപുഴ തീരത്താണ് കണ്ടെയ്നർ അടിഞ്ഞത്. തറയിൽക്കടവ് ഭാഗത്താണ് പുലർച്ചെ നാട്ടുകാർ കണ്ടെയ്നർ കണ്ടത്. കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് കടൽ ഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു. സാധനങ്ങൾ മുഴുവൻ കടലിൽ ഒഴുകി നടക്കുകയാണ്. 2 കണ്ടെയ്നർ കൂട്ടിച്ചേർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓറഞ്ച് തുണി കൊണ്ട് പൊതിഞ്ഞ ബോക്സിന് മുകളിൽ സോഫിടെക്സ് എന്നാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. കപ്പലിൽ ഉണ്ടായിരുന്ന 643 കണ്ടെയ്നറുകളിൽ 73 എണ്ണവും കാലിയാണ്.
13 കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുണ്ടെന്നാണ് കസ്റ്റംസ് വെളിപ്പെടുത്തൽ. ബാക്കി എന്തൊക്കെയാണുള്ളതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. കസ്റ്റംസ് നിയമമനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരം തൊട്ടാൽ കസ്റ്റംസിനാണ് പിന്നെ പൂർണ്ണ ഉത്തരവാദിത്വം. തീരുവ അടയ്ക്കാതെ കൊണ്ടുവന്നിട്ടുള്ള ചരക്കുകളാണ് കപ്പലിലുള്ളത്. ഇതിൽ നിന്ന് ചരക്കുകൾ മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. കണ്ടെയ്നറുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും കസ്റ്റംസ് മറൈൻ ആൻഡ് പ്രിവെന്റീവ് യൂണിറ്റുകളെ കേരള തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. കര തൊടുന്നതിനനുസരിച്ച് സംഘം എത്തി കണ്ടെയ്നറുകൾ പരിശോധിക്കുകയും അപകടകരമല്ലാത്ത വസ്തുക്കളുള്ളത് കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കും. ഇല്ലെങ്കിൽ സമീപത്തെ കസ്റ്റംസ് ഓഫീസിന്റെ കസ്റ്റഡിയിലാകും. ഇതേസമയം ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ 2 ദിവസം ഇവിടെ MSC ഷിപ്പ് മുങ്ങിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 100ഓളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ്. അപ്പോൾ അതിൽ പല കണ്ടെയ്നേഴ്സും നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നമ്മളിവിടുന്ന് നീണ്ടു പോയിട്ട് ചവറ ഉൾപ്പെടെ കരുനാപ്പള്ളിയുടെ സ്ഥലമായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരെണ്ണം നമുക്കിവിടെ തറയിൽക്കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഒരു പുലിമുട്ടുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ തിരയുടെ അതിശക്തമായ തിരയുണ്ടായിട്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആദ്യം ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് കസ്റ്റംസുകാരെ ബന്ധപ്പെട്ടുമാണ്. കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നെന്താണ് പരിശോധിച്ചതിന് ശേഷം വേണം ബാക്കി നടപടി എടുക്കാനുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഉൾപ്പെടെ അതിലിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിലെ മെറ്റീരിയൽസ് എന്താണെന്നുള്ള ഇവരെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. കാർഗോയുടെ കസ്റ്റംസ് ഏജന്റിനെ വിളിപ്പിച്ച് ബിൽ ഓഫ് എൻട്രി അഥവാ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കും. എൽസ കപ്പലിന്റെ കാര്യത്തിൽ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് തന്നെയാണ് ഏജന്റ്. ബില്ലിൽ രേഖപ്പെടുത്താത്ത വസ്തുക്കൾ ഉണ്ടോ എന്നതാണ് പ്രധാന പരിശോധന. ഇതിനെല്ലാം കപ്പലുടമകൾ നികുതി അടയ്ക്കേണ്ടി വരും. അപകടകരമായ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് സർക്കാർ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. കണ്ടെയ്നറുകളിൽ പലതും കേരള തീരത്ത് ഇറക്കാനുള്ളതല്ല എന്നാണ് സൂചന. എങ്കിൽ പോലും എവിടെയാണോ കരുതൊടുന്നത് ആ നിമിഷം മുതൽ അവിടുത്തെ കസ്റ്റംസിന്റെ ചുമതലയിലേക്ക് വരും. കണ്ടെയ്നറുകളോ ചരക്കോ കടലിൽ ഒഴുകുന്നത് കണ്ടാൽ അറിയിക്കണമെന്ന നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതേസമയം ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്ത് എണ്ണപ്പാട കലർന്നിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നുള്ള പരിശോധനയും ബന്ധപ്പെട്ടവർ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. റോഡ് വിണ്ടുകീറി. റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർ റെയിൽവേക്ക് നോട്ടീസ് നൽകി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകീറിയത്. ദേശീയപാതയോട് ചേർന്ന് ഭൂഗർഭ ജലസംഭരണി നിർമ്മിക്കുന്നതിന് റെയിൽവേ കുഴിയെടുത്തതാണ് റോഡ് വിണ്ടുകീറാൻ കാരണമെന്നാണ് ആക്ഷേപം. റോഡ് വിണ്ടുകീറിയതിനെ തുടർന്ന് റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയപാത അധികൃതർ റെയിൽവേക്ക് നോട്ടീസ് നൽകിയത്. നഗരമധ്യത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകീറിയത്. ദേശീയപാതയോട് ചേർന്ന് ഭൂഗർഭ ജലസംഭരണി നിർമ്മിക്കുന്നതിന് റെയിൽവേ കുഴിയെടുത്തതാണ് റോഡ് വിണ്ടുകീറാൻ കാരണമായത്. 20 മീറ്റർ നീളത്തിലാണ് പാത വിണ്ടുകീറിയത്. ജലസംഭരണിയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ദേശീയപാത വിഭാഗം റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് പാതയോട് ചേർന്ന് കുഴിയെടുത്തതെന്നാണ് ആരോപണം. ഇതോടെ അടിമണ്ണ് നീങ്ങി പാത വിണ്ടുകീറുകയായിരുന്നു. കുഴിയെടുത്തപ്പോൾ തന്നെ മണ്ണിടിയാതിരിക്കാൻ മുൻകരുതൽ എടുത്തിരുന്നു എന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. CPM കായംകുളം ചിറക്കടവം ലോക്കൽ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി R. നാസർ താക്കോൽദാനം നിർവഹിച്ചു. CPM ചിറക്കടവം ലോക്കൽ കമ്മിറ്റിയാണ് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി R. നാസർ താക്കോൽദാനം നിർവഹിച്ചു. ഈ വരുന്ന നവംബർ മാസം 1-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരാൻ പോവാണ്. അത് വരുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരാൾ പോലും പഠിക്കാനുണ്ടാവില്ല. അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കാൻ പോകും. അതും കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും വീടായി, മുഴുവൻ പേർക്ക് വീടായി, മുഴുവൻ പേരുടെയും പട്ടിണി മാറ്റി, ദാരിദ്ര്യം മാറ്റി, ദരിദ്രമില്ലാത്ത ലോകത്തിലെ ഏക സംസ്ഥാനമായി കൊച്ചു കേരളം മാറുകയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. മധു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ N. മോഹനൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം AH. ബാബുജാൻ, അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. ഗാനകുമാർ, ഷെയ്ഖ് P. ഹാരിസ്, ഏരിയ സെക്രട്ടറി B. അബിൻഷാ, ഏരിയ കമ്മിറ്റി അംഗം P. അരവിന്ദാക്ഷൻ, കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ P. ശശികല, വാർഡംഗം ബിനു അശോക്, ബ്രാഞ്ച് സെക്രട്ടറി ജ്യോതി ഉണ്ണികൃഷ്ണൻ, K. ഉപേന്ദ്രൻ, K. അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വൈദ്യുതി മുടങ്ങുന്നതിൽ വലഞ്ഞ് NCC ക്യാമ്പിലെ വിദ്യാർത്ഥികൾ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നടക്കുന്ന 8 കേരള ബറ്റാലിയൻ NCC ക്യാമ്പിലാണ് വൈദ്യുതി മുടങ്ങുന്നത് മൂലം വിദ്യാർത്ഥികൾ ദുരിതത്തിലായിരിക്കുന്നത്. 500ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിലുള്ളത്.
എയ്റ്റ് കേരള BNNCC മാവേലിക്കര ക്യാമ്പാണ് ശാസ്താംകോട്ട DB കോളേജിൽ നടക്കുന്നത്. 500ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 35 ജീവനക്കാരും ഇതിന്റെ ഭാഗമായുണ്ട്. നിരന്തരമായി വൈദ്യുതി മുടങ്ങുന്ന മൂലം ഏറെ പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികൾ. മിക്ക ദിവസങ്ങളിലും രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവ് കാരണം ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ല. അധികൃതർ ഒരു പരിധിവരെ ഇതിന് പരിഹാരം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടവും ഏറെയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDFിൽ നിന്ന് പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി KN ബാലഗോപാൽ കൊല്ലത്ത് പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അല്ലാതെ വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDFിൽ നിന്ന് പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. എന്തായാലും അവിടെ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളും കേന്ദ്രത്തിന്റെ നിലപാടുകളും ആ നാടിന്റെ വികസനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. അതിനകത്ത് വ്യക്തികളുടെ എന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ രാജിവെച്ച് പോയതിനുള്ള പ്രതിഷേധമല്ലേ വരിക? എന്തിനാണ് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതെന്ന് ജനം ചോദിക്കും. LDFിന്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായ വിധിയെഴുത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. എന്തിനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്, എന്തായിരുന്നു കാര്യം എന്നുള്ളത് ജനം ചോദിക്കും. കാരണം അവിടെ എത്രയോ വലിയ വികസന കാര്യങ്ങൾ വരികയും ആ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തതാണ്. ഞാനും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു വർഷത്തിൽ താഴെ ഉള്ളല്ലോ ഇനിയിപ്പോൾ ആകെ ഈ നിയമസഭയുടെ കാലം. ജനങ്ങളിതൊക്കെ ചിന്തിക്കും, ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായി തന്നെ ജനങ്ങൾ വിധിയെഴുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം പോളയത്തോട്ടിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യ ബോർഡ് ഇളകി വീണു. തലനാഴിലേക്കാണ് വൻ അപകടം ഒഴിവായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൂറ്റൻ പരസ്യ ബോർഡ് നിലംപതിച്ചത്. പോളയത്തോട് കോർപ്പറേഷൻ ഷോപ്പിംഗ് മാളിന് സമീപമുള്ള വീട്ടിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡാണ് ഇളകി വീണത്. ഷോപ്പിംഗ് മാളിന്റെ കെട്ടിടത്തിൽ തട്ടി നിന്നതിനാൽ താഴേക്ക് പതിച്ചില്ല. ഇതിനിടെ ഷോപ്പിൽ വളപ്പിലുണ്ടായിരുന്ന ഒരു കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ബോർഡ് വീഴുന്ന സമയത്ത് സമീപത്ത് ലോഡിംഗ് തൊഴിലാളികളും വാഹനം പാർക്ക് ചെയ്യുന്നവരും ധാരാളം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണ ആ മഴ സമയമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നതായിരുന്നു. അത് ഞങ്ങൾ പെട്ടെന്ന് ഈ മഴയും കാറ്റും വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഷെഡിലോട്ട് ഓടിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈകുന്നേര സമയങ്ങളിൽ. എന്തായാലും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കുമ്പോൾ ആദ്യം കാറ്റ് വന്നതുകൊണ്ട് എല്ലാവരും പേടിച്ചങ്ങോട്ട് മാറി. ബിൽഡിംഗ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അത് താങ്ങി നിന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ഒറ്റക്കാലിലാണ് കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചതെന്നും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ പിഴവ് ചൂണ്ടിക്കാട്ടിയിട്ടും കരാറുകാരൻ അവഗണിച്ചെന്നും വാർഡ് കൗൺസിലർ നിസാമുദ്ദീൻ പറഞ്ഞു. അപാകത പരിഹരിക്കാതെ വെല്ലുവിളി നടത്തിയ കരാറുകാരനെതിരെ പരാതി നൽകുമെന്നും കോർപ്പറേഷൻ കൗൺസിലിൽ വിഷയം ഉന്നയിക്കുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ വന്ന കോൺട്രാക്ടറെ നമ്മളിത് ബോധ്യപ്പെടുത്തുകയാണ്. കാര്യം ഇത്രയും വെയിറ്റ് കൂടിയ ഇത് കയറ്റുന്ന സമയത്ത് അതിന് കൃത്യമായ ഫിറ്റിംഗ് താഴേക്ക് വരണമെന്നും ഇത് ഉറപ്പില്ലെന്നും പറഞ്ഞതാണ്. ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. രണ്ടാമത് ഒരു 6 മാസം മുമ്പ് വലിയ കാറ്റ് വരുന്ന സമയത്ത് ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഈ ബോർഡ് വല്ലാതെ ഉലയുന്നുണ്ടായിരുന്നു. ഈ ഉലച്ചിൽ വരുന്ന സമയത്ത് തന്നെ ബിൽഡിംഗ് ഓണർ നമ്മൾ പറഞ്ഞതാണ് ഇത് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അവർ ഇതിൻ്റെ നിർമ്മിച്ച ആളെ വിളിച്ചത് പറഞ്ഞപ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന സ്ഥിതി അന്ന് ഈ കരാറുകാരൻ ചെയ്തിട്ടുള്ളത്. നമുക്കിത് നേരത്തെ അറിയാം, ഇവിടെ നിൽക്കുന്ന പലർക്കും അറിയാമായിരുന്നു ഈ ബോർഡ് ഉറപ്പില്ലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക്. കൊല്ലം തീരത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ. 13 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അടിഞ്ഞത്.
ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത്. ആറാട്ടുപുഴ തറയിൽ കടവ് ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നർ കടൽ ഭിത്തിയിലിടിച്ച് തകർന്ന് സാധനങ്ങൾ കടലിലൊഴുകി. റോഡ് വിണ്ടുകീറി. റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ്. ദേശീയപാത അധികൃതരാണ് റെയിൽവേക്ക് നോട്ടീസ് നൽകിയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകീറിയത്. വൈദ്യുതി മുടങ്ങുന്നതിൽ വലഞ്ഞ് NCC ക്യാമ്പിലെ വിദ്യാർത്ഥികൾ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ക്യാമ്പിലാണ് വൈദ്യുതി മുടങ്ങുന്നത്. 500ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിലുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.